ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻഫോ പാർക്കിൽ നിന്ന് 800 മീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വില്ല പ്രോജക്റ്റിലേക്ക് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് അങ്ങനെ ഒരു നല്ല ലൊക്കേഷനിൽ ഒരു നല്ല പ്രോജക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ റെയറാണ്. നെക്സ്റ്റ് കൊച്ചി എന്ന് അവകാശപ്പെടുന്ന കാക്കനാടേക്ക് വരുമ്പോൾ ഇനി വരാൻ പോകുന്ന വാട്ടർ മെട്രോ, അപ്കമിങ് മെട്രോ, ഇതെല്ലാം വരാൻ പോകുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്താണ് ജസ്റ്റ്. അപ്പം ഇത് എക്സാക്ട്ലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ ഡബിളോ ത്രിബിളോ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ഹായ് സർ. ഹായ് നിമി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു വ്ളോഗാണിത്. നമ്മളെല്ലാവരും വ്ളോഗ്സ് തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ 100K സബ്സ്ക്രൈബേഴ്സ് എത്താന്ന് പറയുന്നത്. അപ്പം അതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണ്. നമ്മൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് റിയൽ എസ്റ്റേറ്റിൽ പല രീതിയിലും കണക്റ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ വലിയൊരു പ്രൊജക്റ്റുമായിട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ്, ഒരു നല്ല ലൊക്കേഷനിൽ നല്ലൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ഒരു വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതെന്നുള്ളൊരു നമ്മൾ ആദ്യം പറയണമല്ലോ. അപ്പൊ ആദ്യം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മള് കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ പലതരത്തിൽ സംസാരിക്കാറുണ്ട്. റിയൽ എസ്റ്റേറ്റ് പ്ലോട്ടുകൾ വിൽക്കുന്നതും വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻഡിവിജ്വൽ കൺസ്ട്രക്ഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് ഞങ്ങളുടെ ഒരു ലാൻഡ്മാർക്ക് പ്രോജക്റ്റ് ആയിരിക്കണം, അത് ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ആദ്യം നിശ്ചയിച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമുള്ള ഞങ്ങളുടെ ജേർണലിൽ ഞങ്ങളിത് സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കാക്കനാട്, ഇനിയും നെക്സ്റ്റ് കൊച്ചി എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന കാക്കനാട്. അപ്പം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു ഏരിയ, എന്നാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ കാക്കനാട് ഇടച്ചിറ ചൂസ് ചെയ്തു. അവിടെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് പവലീസ് ഹോംസിന്റെ ഐഡന്റിറ്റി അർബൻ വില്ലേജ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രദീപ് സാർ പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻഫോ പാർക്കിൽ നിന്ന് 800 മീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വില്ല പ്രോജക്റ്റിലേക്ക് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് അങ്ങനെ ഒരു നല്ല ലൊക്കേഷനിൽ ഒരു നല്ല പ്രോജക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ റെയറാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ലൊക്കേഷനിൽ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കാക്കനാട് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എല്ലാ ആളുകളും 10 മിനിറ്റ്സ് ഡ്രൈവ് ഫ്രം കാക്കനാട് എന്നൊക്കെ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പ്രോജക്റ്റ് കാണാൻ പോകുമ്പോൾ അതൊരു പള്ളിക്കരയിലോ കിഴക്കമ്പലത്തോ ഒക്കെ ആയിരിക്കാം ഫുള്ളായിട്ട്. കാരണം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ അവിടെ പറ്റത്തുള്ളൂ ഇന്നത്തെ ലാൻഡ് കോസ്റ്റ് വെച്ച്. അപ്പോൾ കാക്കനാട് നമ്മൾ ഏറ്റവും അടുത്ത് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്ത് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്തപ്പോൾ ഇടച്ചിറയിൽ പ്രോപ്പർട്ടി കോസ്റ്റ് ഭയങ്കര ഹയർ ആണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ഒരു വില്ല പ്രോജക്റ്റ് അഫോർഡബിളും അല്ല. കാരണം ഫ്ലാറ്റ് ആകുമ്പോൾ ഒത്തിരി കമ്മ്യൂണിറ്റിയെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 4 ഏക്കറൊക്കെ പറയുമ്പോൾ ഒരു 20 ഫ്ലോറിന്റെ 4 ടവറൊക്കെ നിൽക്കാം. ഏകദേശം ഒരു 800 വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് നമ്മൾ അത് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു പ്രീമിയം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്ലോട്ട് സൈസ് വളരെ വലുതാണ്, നല്ല റോഡും കൊടുക്കണം. അങ്ങനെ ഒരു സൈസ് വരുമ്പോൾ അത് വളരെ ചുരുങ്ങുവാണ്. ഇപ്പൊ 800 കമ്മ്യൂണിറ്റിയൊക്കെ താമസിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് 45 കമ്മ്യൂണിറ്റിയിലേക്ക് ചുരുങ്ങുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ലാൻഡ് കോസ്റ്റ് ഭയങ്കര ഹയർ ആവും. അപ്പം അത് പോസിബിൾ ആണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി കിട്ടി, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ കിട്ടി. അതും ഈ നെക്സ്റ്റ് കൊച്ചി എന്ന് അവകാശപ്പെടുന്ന കാക്കനാടേക്ക് വരുമ്പോൾ ഇനി വരാൻ പോകുന്ന വാട്ടർ മെട്രോ, അപ്കമിങ് മെട്രോ, ഇതെല്ലാം വരാൻ പോകുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്താണ് ജസ്റ്റ്. അപ്പം ഇത് എക്സാക്ട്ലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
അത് ഒരു വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ ഡബിളോ ത്രിബിളോ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത ഒരു ബെറ്റർ ലൊക്കേഷനാണ്. നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇടച്ചിറ എന്ന് പറയുന്ന ലൊക്കേഷനിൽ തന്നെ ഇത് എത്തിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെ അടുത്താണ് ഇന്ത്യൻ പബ്ലിക് സ്കൂള്, മർത്തമ്മ പബ്ലിക് സ്കൂള് അല്ലെ? അതെ, മർത്തമ്മ സ്കൂള് ജസ്റ്റ് ഒരു 100 മീറ്ററിനകത്തേ ഉള്ളൂ. ഇന്ത്യൻ പബ്ലിക് സ്കൂൾ തൊട്ടടുത്താണ്. നമ്മുടെ ഒരു ബോർഡറാണ് ഇന്ത്യൻ പബ്ലിക് സ്കൂൾ. ബാക്കിൽ ഒരു ബോർഡറാണ് ഇന്ത്യൻ പബ്ലിക് സ്കൂൾ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് കൊച്ചിൻ ബിസിനസ് സ്കൂൾ. കൊച്ചിൻ ബിസിനസ് സ്കൂൾ ഇരിക്കുന്നത്. ജസ്റ്റ് ഒരു 80 മീറ്റർ നടന്നാൽ നമുക്ക് മർത്തമ്മ സ്കൂളുണ്ട്. പിന്നെ ടിങ് ടവറിലേക്ക് യാത്ര ചെയ്യാൻ ഈ ഇപ്പം വന്നിരിക്കുന്ന ഒരു അപ്കമിങ് IT ഹബ്ബായിട്ട് ടിങ് ടവറിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇൻഫോ പാർക്കിലേക്കും വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അത്രയും ബെസ്റ്റ് ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്ട് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ എത്ര ഏരിയയിലാണ് സാറേ നമുക്ക് ഈ ഒരു പ്രോജക്ട്? ഇത് 4 ഏക്കറിലാണ്. 4 ഏക്കറിൽ 46 വില്ല ആണ് ഈ കോൺസെപ്റ്റിൽ വരുന്നത്. നമ്മൾ 2 ഫേസ് ആയിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറ്റ ഫേസിൽ തന്നെയാണോ വരുന്നത്? ഇപ്പൊ നമ്മൾ അതിനെ 2 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 46 എണ്ണത്തിന് 2 ഫേസ് ആയിട്ട് അതിനകത്ത് 5 സെന്റിന്റെ പ്ലോട്ട് വരുന്നുണ്ട്, 5.5 സെന്റിന്റെ പ്ലോട്ട് വരുന്നുണ്ട്, 7 സെന്റ് 7 സെന്റ്, അങ്ങനെ 4 ടൈപ്പാണ് വരുന്നത്. 5 സെന്റിനകത്ത് 2650 സ്ക്വയർ ഫീറ്റ്, 5.5 സെന്റിനകത്ത് 2850 സ്ക്വയർ ഫീറ്റ്, 7 സെന്റിലേക്ക് വരുമ്പോൾ 3850 സ്ക്വയർ ഫീറ്റ് വരും, 4100 സ്ക്വയർ ഫീറ്റ്, ഇങ്ങനെ 4 ടൈപ്പാണ് വരുന്നത്. എല്ലാം നമുക്ക് 4 BHK ആണോ വരുന്നത്? 4ഉം 5ഉം. 5 സെന്റിലും 5.5 സെന്റിലും വരുന്നത് 4 BHK, 7ലും 7.5 സെന്റിലും വരുന്നത് 5 BHK ആണ്. ഇതിന്റെ പ്ലാൻ ഒക്കെ നമ്മളിപ്പോ ഇനീഷ്യലി ഒരാൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ ആണോ? കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്, പക്ഷെ ഒരു പരിധി വരെ. നമ്മൾ ഇതൊരു കോൺസെപ്റ്റ് ആണ് അവതരിപ്പിക്കുന്നത്. കാരണം നമ്മൾ അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് കാലഘട്ടത്തിൽ ആളുകൾ ജീവിക്കുമ്പോൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഭയങ്കര സ്ട്രെയിൻ ഉണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അവർക്ക് വീടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. അവർ രാവിലെ എഴുന്നേറ്റാൽ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്ന ഒരു പർപ്പസ്, അല്ലെങ്കിൽ എപ്പോഴാണോ അവർ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കൊരു പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവണം, അവർക്കൊരു പോസിറ്റീവ് കൺവേർഷൻ ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു റിസോർട്ട് വില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു പാറ്റേൺ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ അതിന് പറ്റിയ ചെറിയൊരു വാലി സ്റ്റൈൽ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയത്. ആ വാലി സ്റ്റൈലിനെ എങ്ങനെ അതുപോലെ നിലനിർത്തി ഒരു റിസോർട്ട് കോൺസെപ്റ്റ് അവതരിപ്പിക്കാൻ നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ നമ്മളൊരു മോഡേൺ കണ്ടംപററി സ്റ്റൈലാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തത്. ആ മോഡേൺ കണ്ടംപററി സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യും. കാരണം ഇന്നത്തെ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ചൂടുണ്ട്, അപ്പോൾ ഒരു അറ്റിക് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിലേക്ക് വന്നു. ഒരു സ്കാൻഡിനേവിയൻ ആർക്കിടെക്ട് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. അതായത് അങ്ങനെ അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ലിവിങ് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവിങ് സ്പേസിൽ നല്ല നാച്ചുറൽ ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ലാർജ് വിൻഡോസ്. അതിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നല്ല ലൈറ്റിംഗ് സ്പേസും ഗാർഡനിങ്ങും കിട്ടണം. അപ്പോൾ അവിടെയും ലാർജ് വിൻഡോസ്. അത് ബെഡ്റൂം. അതുകൊണ്ട് കിച്ചണിലടക്കം നമ്മൾ ഗ്രീനിഷ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്, ഈവൻ ബാത്റൂം ഉൾപ്പെടെ. അപ്പം അങ്ങനെ നമ്മൾ ഒരു ആള് ഒരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൈനിങ്ങിലായാലും ശരി, ലിവിങ്ങിൽ, അതോടൊപ്പം തന്നെ കിച്ചണിൽ, ബെഡ്റൂമിൽ, ബാത്റൂമിൽ, ഇവിടെ എല്ലായിടത്തും നല്ല ലൈറ്റും നല്ല ഗ്രീനിഷും കിട്ടുമ്പോൾ അവരുടെ എനർജി ലെവൽ മാറുകയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ വിൻഡോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ ലാൻഡ്സ്കേപ്പ് അതിനനുസരിച്ച് ഡിസൈൻ. സാധാരണ ഒരു വീട്ടിലൊരു പാഷ്യോ ഏരിയ കൊടുക്കും, ചിലപ്പോൾ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഇത് ഒരാളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സ്റ്റോറി. ആ സ്റ്റോറിയിൽ അവരുടെ ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അവരുടെ ടോട്ടൽ മൂഡ് ചേഞ്ച് ചെയ്യാൻ. എപ്പോഴും ഒരു റിസോർട്ട് സ്റ്റൈലിൽ പോകുമ്പോൾ ഒരാൾക്ക് എനർജി കിട്ടൂല, അതേ എനർജി ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ, ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ വേണമെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. കാരണം അത് ആ ഒരു എലമെന്റ്സ് നമ്മൾ എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ലിവിംഗ് സ്പേസ് തൊട്ട് ബാത്റൂം വരെ. ഈവൻ അതിനകത്ത് കുറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പം ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ, ബാത്റൂമിലേക്ക് വരുമ്പോൾ എങ്ങനെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു നേച്ചറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ചു. അപ്പോൾ അവിടെ നമ്മളെന്നെങ്കിൽ ഈ പർഗോള പോലെ ഒരു നല്ല ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നല്ല ഗ്രീനിഷ് കിട്ടുന്ന രീതിയിൽ. അപ്പം ബാത്റൂമിൽ പോലും നമ്മൾ അങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. കാരണം ഇതൊരു കോൺസെപ്റ്റായിട്ടാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും താമസിക്കുമ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ വീടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഐഡന്റിറ്റി അർബൻ വില്ലേജ് ഇടുകയും ഇതിന് എന്താ പറയുന്ന ഒരു ക്യാപ്ഷൻ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ സജസ്റ്റ് ചെയ്തത് അനൂപേട്ടനാണ്. ക്രാഫ്റ്റ് ആൻഡ് ഐഡന്റിറ്റി ഫോർ യുവർ സെൽഫ് എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ. ഇത് അനൂപേട്ട എഴുതി തന്ന ടാഗ് ലൈൻ ആണ്. അതെ. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു പ്രൈസ് പാർട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ലോഞ്ചിങ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്ന ഒരു 2.26 CR ആണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്. കാരണം ഒന്നാമത്തെ ഇതിന്റെ ലാൻഡ് കോസ്റ്റ്. കാരണം നമ്മൾ 4 ഏക്കർ എടുത്ത് വർക്കൗട്ട് ചെയ്തപ്പോൾ
1.5 ഏക്കറോളം നമുക്ക് പോയിട്ടുണ്ട്. ബാക്കി 2.5 ഏക്കറേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പ്ലോട്ട് സൈസ് ആയിട്ട്. അപ്പോൾ ഈ 1.5 ഏക്കറിന്റെ ഡിവിഡൻഡ് എന്തായാലും ഇവിടെ കിട്ടും. 1.5 ഏക്കറിന്റെ ഡിവിഡൻഡ് ഒരു 5 സെന്റ് മേടിക്കുന്നവർക്ക് ഒരു 3 സെന്റ് ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഈ 1.5 ഏക്കറിന്റെ ലാൻഡിന്റെ വാല്യൂ, പിന്നെ അവിടെ കൊടുക്കുന്ന അമ്യൂണിറ്റീസ്, അപ്പോൾ നമ്മൾ ഒന്നിനും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട, എല്ലാം ക്വാളിറ്റിയും പ്രീമിയം മെറ്റീരിയലും ചെയ്താൽ മതി നമ്മൾ ആദ്യം തീരുമാനിച്ചു. അപ്പോൾ അതിന്റെ സ്പെക്കൊക്കെ അതിനനുസരിച്ചുള്ള ഏറ്റവും പ്രീമിയം സ്പെക്കാണ് നമ്മൾ അതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ അമ്യൂണിറ്റീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് 6 മീറ്റർ റോഡാണ് മെയിൻ റോഡ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 6 മീറ്റർ റോഡ് കൊടുത്തപ്പോൾ നമ്മൾ ഒരു ടർഫ് പ്ലാൻ ചെയ്തു. ടർഫ് ഉള്ള പ്രോജക്റ്റ് വളരെ റെയറാണ് കാക്കനാട്. അതും ഇതുപോലുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കാക്കനാട്. സാധാരണ നമുക്കിപ്പോൾ ഒരു പള്ളിക്കരയിലോ കിഴക്കമ്പലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടർഫൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ടർഫ് പ്ലാൻ ചെയ്തു. അതോടൊപ്പം നമ്മൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ നമ്മളൊരു ക്ലബ് ഹൗസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ആ ക്ലബ് ഹൗസിനോട് ചേർന്ന് ഒരു പൂള്, ഒരു ഗസീബോ, അതോടൊപ്പം തന്നെ കിഡ്സ് പ്ലേ ഏരിയ, അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ഓപ്പൺ ജിമ്മും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇൻഡോർ ജിമ്മും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സാറിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഇപ്പം നമുക്കൊരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആണ്. നമ്മുടെ പ്രോജക്റ്റ് ഇപ്പം നമ്മുടെ ഒരു വ്ളോഗിലാണ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു കസ്റ്റമേഴ്സിന് ഒരു ഇപ്പൊ ഇനീഷ്യലി കുറച്ച് ബുക്കിംഗ്സിന് ഞാനൊരു ഓഫറും കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് ചെയ്യാം. നമ്മുടെ ഇതിന്റെ ഒരു പ്രീ ലോഞ്ചിങ് സ്റ്റേജ് ആയതുകൊണ്ട്, അതുപോലെ ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, വെക്കേഷനിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡൽ നമ്മളൊരു 20 lakhs ഇതിനകത്ത് നമ്മളൊരു ഡിസ്കൗണ്ട് പ്രൈസ്. ഓക്കെ, അത് ജാനുവരി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക്. ഓക്കെ, അതാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട്. ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അപ്രിസിയേഷൻ ഉണ്ടാവും. കാരണം ഒരു 1 ഇയറിന് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അവിടെ വന്നാൽ കാണാം പ്രോപ്പർട്ടി. കാരണം മെട്രോ സ്റ്റേഷൻ, നിങ്ങൾ ആലുവ തൊട്ട് തൃപ്പൂണിത്തുറ വരെയുള്ള മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഉള്ള പ്രോപ്പർട്ടി കോസ്റ്റ് നമുക്ക് മനസ്സിലാവും ഇപ്പം വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു 2026 ആകുമ്പോൾ വരാൻ പോകുന്ന കാക്കനാട് മെട്രോ, അപ്പോൾ അവിടുത്തെ അപ്രിസിയേഷൻ എന്താ? ഈ മെട്രോ മാത്രം വരുത്തുന്ന അപ്രിസിയേഷൻ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കേസ് കാക്കനാട് വരാൻ പോകുന്ന IT മാറ്റങ്ങൾ. കാരണം ഇപ്പം കേരളത്തിലെ കൊച്ചി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ വരാൻ പോകുന്ന IT എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോബോട്ടിക്സിന്റെയും കാലമാണ്. അതിന് വേണ്ടുന്ന സ്പേസ്, അതിന് വേണ്ടുന്ന വലിയ വലിയ കമ്പനികൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടുന്നത് കാക്കനാടാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതിന് അത്രയും ആളുകൾ അക്കോമഡേഷൻ നോക്കുന്നുണ്ട്. അതിന് ഒരു പ്രീമിയം അക്കോമഡേഷൻ എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് 45 പേരിലേക്ക് ചുരുങ്ങുന്നു, നല്ല അടിപൊളി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ ലാൻഡിനകത്ത് നാച്ചുറൽ വാട്ടർ കിട്ടുന്ന ഒരു വെള്ളമുണ്ട്. മിക്കവാറുള്ളിടത്ത് ഏറ്റവും വലിയൊരു വിഷയം അതാണ്, പ്രത്യേകിച്ച് ഈ സിറ്റിക്ക് അകത്തേക്ക് വരുമ്പോൾ. അപ്പൊ നമുക്ക് ആ വെള്ളം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ എല്ലാ വർക്കുകളും ഇപ്പൊ അതിനകത്ത് നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 6 മാസം മുമ്പ് ഭയങ്കര ചൂടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും പറ്റാത്ത കിണറാണത്. വെൽവാട്ടറാണ് മെയിൻ സോഴ്സ്. അതുപോലെ നമ്മള് ഈ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനൽ ലാൻഡാണ്. കാക്കനാടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ ഈ ഇൻഫോ പാർക്ക് ഏരിയയിലൊക്കെയുള്ള പ്രശ്നം, ഇത്രയും വലിയ ലാൻഡുകൾ, ഒറിജിനൽ ലാൻഡ് നമുക്ക് കിട്ടില്ല. മിക്ക ലാൻഡും വരുന്നത് നമുക്ക് ഗ്രീൻ സോൺ ആയിരിക്കും. ഗ്രീൻ സോൺ അല്ലെങ്കിൽ കൺവേർട്ടഡ് ലാൻഡ്. നമ്മുടെ കംപ്ലീറ്റ്ലി ഒറിജിനൽ ലാൻഡ്, ഗ്രീൻ സോൺ അല്ല. പിന്നെ ലീഗൽ ആണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാം അപ്രൂവ്ഡ് ആണ്. നമ്മൾ ലോക്കൽ ബോഡി അപ്രൂവൽ ഫുൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ടൗൺ പ്ലാനിംഗ് അപ്രൂവൽ എടുത്തിട്ടുണ്ട്, റെറ അപ്രൂവൽ എടുത്തിട്ടുണ്ട്, എല്ലാ അപ്രൂവൽസും നമ്മൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോജക്റ്റ് SBI അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, HDFC അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാ അപ്രൂവൽസും നമ്മൾ എടുത്തിട്ടാണ് കാര്യം. നമുക്ക് സെയിൽ എടുക്കാം, കൺസ്ട്രക്ഷൻ തുടങ്ങാം. അപ്പൊ പ്രദീപ് സാറെ, നമ്മുടെ പവലിയസ് ഹോംസിന്റെ ഐഡന്റിറ്റി അർബൻ വില്ലേജ് എന്ന് പറഞ്ഞ ഈ ഒരു വില്ല പ്രോജക്റ്റ് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റട്ടെ. എനിക്ക് തോന്നുന്നു വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പൊ നോർമലി നമ്മൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വരുന്ന പ്രോജക്ട്സ്, എസ്പെഷ്യലി വില്ല പ്രോജക്ട്സ്, അതിന്റെ ഓരോ സ്റ്റേജിലും നമ്മളത് കാണിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ കാണിച്ചു, ഒരു ഇതിന്റെ ഒരു വീടൊക്കെ ആവുന്ന ഒരു സമയത്ത് നമ്മൾ കാണിക്കാറുണ്ട്. പിന്നെ പ്രോജക്റ്റ് ഫിനിഷ് ആവും, അങ്ങനെ പല പല ടൈമിൽ നമ്മളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കാണിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് സെയിലൊക്കെ ആയിട്ടുണ്ട്. അതെ, ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം ഇതിന്റെ കോൺസെപ്റ്റ് അവതരിപ്പിച്ചു തന്നെ നമുക്കൊരു 6-7 പേര് ക്ലോസ്ഡ് ആയി. അപ്പൊ അതിനകത്ത് ഇപ്പം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് വളരെ നല്ല റെസ്പോൺസ് ആണ്. അപ്പൊ ഞങ്ങളെല്ലാം വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുവാണ്. അതെ, കാരണം നമ്മളൊരു ലോഞ്ചിങ് പ്രൈസ് വർക്ക്ഔട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ലോഞ്ചിങ് പ്രൈസ് വർക്ക്ഔട്ട് ചെയ്തു. കാരണം നല്ല ലൊക്കേഷനിലാണ്, അവൈലബിലിറ്റി വളരെ കുറവാണ്, യൂണിറ്റ്സ് വളരെ കുറവാണ്. നമുക്ക് അത്ര ക്രിസ്പ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മതി. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സ് മതി. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ആദ്യത്തെ ഒരു വീടിന്റെ വർക്ക് തീരുന്ന ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിന്റെ ഒരു മൊത്തത്തിലൊരു സ്റ്റാറ്റസും കാര്യങ്ങളായിട്ട് ഇരിക്കാം. അപ്പോൾ നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ, നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. അപ്പോൾ താങ്ക് യു നിമ്മി. നിമ്മിയുടെ ബ്ലോഗിൽ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ലോഞ്ചിങ്, അതിന് വളരെ താങ്ക് യു. അതോടൊപ്പം തന്നെ
1 lakh സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും വരുന്നു. യെസ്, താങ്ക് യു സർ.